ഹായ് എവരി വൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഇയറിൻ്റെ വാൾസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമുക്കതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടൻസ് ഓഫ് മിഡിൽ ഇയർ ക്യാവിറ്റി. ഫസ്റ്റ്, എയർ. സെക്കൻഡ്, 3 ഓസിക്കിൾസ്, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, ആൻഡ് 2 മസിൽസ്, ടെൻസർ ടിംബാനി ആൻഡ് സ്റ്റെപ്പിഡിയസ്, 2 nerves, chordae tympani and tympanic plexus, then mucosal folds, ligaments and blood vessels. മസിൽസ് ഓഫ് മിഡിൽ ഇയർ ഏതാണെന്ന് നോക്കാം. 2 മസിൽസ് ആണുള്ളത്. ഒന്ന് ടെൻസർ ടിംബാനി. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് പാർട്ട് ഓഫ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇൻസേർഷൻ എന്ന് പറയുന്നത് അപ്പർ പാർട്ട് ഓഫ് ഹാൻഡിൽ ഓഫ് മാലിയസ്. നെർവ് സപ്ലൈ ബ്രാഞ്ച് ഫ്രം മാൻഡിബുലാർ നെർവ്. ആക്ഷൻ tensin tympanic membrane to reduce the force of vibration in response to loud noises. ഈ ലൗഡ് നോയ്സസ് ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വൈബ്രേഷന് കാരണം ഈ ടിംബാനിക് മെംബ്രെയിൻ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ടെൻസ് ചെയ്ത് വെക്കുന്ന ഒരു ആക്ഷനാണ് ഈ ടെൻസർ ടിംബാനിക്കുള്ളത്. അടുത്ത മസിലാണ് സ്റ്റെപ്പിഡിയസ്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പിരമിഡൽ എമിനൻസി എന്നാണ്. ഇൻസേർഷൻ നെക്ക് ഓഫ് സ്റ്റേപ്പിസ്. Nerve supply branch of facial nerve. Action pulls the stapes posteriorly and prevents excessive oscillation in loud noises. ലൗഡ് നോയ്സസ് വരുമ്പോൾ ഉണ്ടാകുന്ന എക്സസീവ് ഓസിലേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേപ്പീസിനെ കുറച്ച് ബാക്കിലോട്ട് പുൾ ചെയ്യും. അതാണ് സ്റ്റെപ്പീഡിയസിൻ്റെ ഫങ്ഷൻ. ഇനിയുള്ളത് 2 നെർവ്സ് ആണ്. ഒന്ന് കോഡേ ടിംബാനിക് നെർവും രണ്ടാമത്തേത് ടിംബാനിക് പ്ലക്സസും. അതിനകത്ത് കോഡേ ടിംബാനിക് നെർവ്. ഇറ്റ് എൻറ്റേഴ്സ് ദ ടിംബാനിക് ക്യാവിറ്റി ഫ്രം ദ പോസ്റ്റീരിയർ കനാലിക്കുലസ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ വാൾ. It runs across the medial surface of the tympanic membrane between the mucosal and fibrous layers. പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ വാളിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് ടിംബാനിക് ക്യാവിറ്റിയിൽ എത്തുന്നത്. ഇവിടെ കണ്ടില്ലേ ഈ മാസ്റ്റോയിഡ് എയർ സെൽസ്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് ഇത് കയറുന്നത്. കയറിയിട്ട് ഇത് റൺ അക്രോസ് ദ മീഡിയൽ സർഫസ് ഓഫ് ദ ടിംബാനിക് മെംബ്രെയിൻ. മീഡിയൽ സർഫസ് ഓഫ് ദ ടിംബാനിക് മെംബ്രെയിനിലൂടെയാണ് ഇത് പോകുന്നത്. അതായത് മ്യൂക്കോസൽ ആൻഡ് ഫൈബ്രസ് ലെയറിൻ്റെ ഇടയിലൂടെയാണ് മീഡിയൽ സർഫസ് ഓഫ് ദ ടിംബാനിക് മെംബ്രെയിനിലൂടെയാണ് കോഡേ ടിംബാനിക് നെർവ് പോകുന്നത്. Then passes medial to upper portion of the handle of malleus above the tendon of tensor tympani. ടെൻസർ ടിംബാനി മസിലിൻ്റെ ടെൻഡൻ്റെ എബോ ആയിട്ടാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ലീവ്സ് ത്രൂ പീട്രോ ടിംബാനിക് ഫിഷർ. പീട്രോ ടിംബാനിക് ഫിഷറിലൂടെ ഇതെങ്ങനെ കടന്നു പോവുകയും ചെയ്യും. ഇറ്റ് ക്യാരീസ് ടേസ്റ്റ് സെൻസേഷൻ ഫ്രം ദ ആൻറ്റീരിയർ 2/3 ഓഫ് ദ സെയിം സൈഡ് ഓഫ് ദ ടങ് and secretomotor fibers to the submandibular gland. അടുത്താണ് ടിംബാനിക് പ്ലക്സസ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ടിംബാനിക് ബ്രാഞ്ച് ഓഫ് ഗ്ലോസോഫാരിഞ്ചിയൽ നെർവ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ജാക്കോബ്സൺ നെർവ്, ആൻഡ് കോർട്ടിക്കോ ടിംബാനിക് നെർവ്സ് വിച്ച് അറൈസ് ഫ്രം ദ സിമ്പത്തറ്റിക് പ്ലക്സസ് അറൗണ്ട് ദ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി. ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിൻ്റെ അവിടെ കുറേ സിമ്പത്തറ്റിക് പ്ലക്സസ് ഉണ്ട്. അതിന് പറയുന്നതാണ് കോർട്ടിക്കോ ടിംബാനിക് നെർവ്സ്. അതും ടിംബാനിക് ബ്രാഞ്ച് ഓഫ് ഗ്ലോസോഫാരിഞ്ചിയൽ നെർവും കൂടെ കൂടിയിട്ടുള്ളതാണ് ഈ ടിംബാനിക് പ്ലക്സസ്. The nerves form a plexus on the promontory and provide the branches to the mucous membrane lining the tympanic cavity, eustachian tube and mastoid antrum and air cells. ഈ പ്രൊമോണ്ടറിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിരുന്നില്ലേ കുറേ പ്ലക്സസ്, അത് ഇതൊക്കെ കൂടിയിട്ടുള്ള പ്ലക്സസ് ആണ്. അതെന്തിനൊക്കെയാണ് കൊടുക്കുന്നത്? ടിംബാനിക് ക്യാവിറ്റീന്, യൂസ്റ്റേഷ്യൻ ട്യൂബിന്, മാസ്റ്റോയിഡ് ആൻഡം ആൻഡ് എയർ സെൽസിനൊക്കെ അതിൻ്റെ ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. The plexus also provide branches to join the greater superficial petrosal nerve and the lesser superficial petrosal nerve that contain all the parasympathetic fibers of glossopharyngeal nerve. ഇപ്പം നമ്മൾ 2 മസിൽസും 2 നെർവ്സും പറഞ്ഞു. ഇനിയുള്ളത് 3 ബോൺസ് ആണ്. ഏതൊക്കെയാണത്? മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പിസ്. These are the 3 smallest bones of the body and connected by synovial joints. Malleus. വേർഡ് മാലിയസ് ഇൻ ലാറ്റിൻ എന്ന് പറയുന്നത് ഹാമർ എന്നാണ്. ഒരു ഹാമറിൻ്റെ ഷേപ്പ് ഉണ്ടായതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ദ മിഡിൽ ഇയർ. ദ ഹാൻഡിൽ ഓഫ്
malleus is attached with the internal surface of eardrum. ഹെഡ് ഓഫ് മാലിയസ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ബോഡി ഓഫ് ഇംഗസ്. മാലിയസ് കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത്? ഇംഗസ് ആണ്. അതിൻ്റെ ഈ മാലിയസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ബോഡി ഓഫ് ഇംഗസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാലിയസ് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഓർ വൈബ്രേഷൻ ഫ്രം ദ ഇയർ ഡ്രം ടു ദ ഇംഗസ്. ഇംഗസിലേക്ക് മാലിയസിൽ വന്ന് വരുന്ന സൗണ്ട്സ് ഇംഗസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. മാലിയസിന് 5 പാർട്സ് ഉണ്ട്. ഹെഡ്, ആൻറ്റീരിയർ പ്രോസസ്, ലാറ്ററൽ പ്രോസസ്, നെക്ക്, മാനുബ്രിയം. ഈ റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് ലൈ ചെയ്യുന്നത് എപ്പിടിംബാനിക് റെസസിലാണ്. അതായത് ടിംബാനിക് മെംബ്രെയിൻ്റെ മുകളിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എപ്പിടിംബാനിക് റെസസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഈ ഹെഡ് ഇരിക്കുന്നത്. ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് പോസ്റ്റീരിയർലി വിത്ത് ബോഡി ഓഫ് ഇംഗസ്. ഇംഗസിൻ്റെ ബോഡിയായിട്ട് പോസ്റ്റീരിയർ ഭാഗത്താണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. The neck lies against the pars flaccida and is related medially to the caudate tympanic nerve. The anterior process is connected to the petrotympanic fissure by the anterior ligament. The lateral process projects from the upper end of the handle and provides attachment to the malleolar folds. The handle extends downwards, backwards, and medially and is attached to the upper half of the tympanic membrane. ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് താഴത്തേക്ക് കിടക്കുന്നതില്ലേ, മാനുബ്രിയം എന്ന് പറയുന്നത് ഈസ് അറ്റാച്ച്ഡ് ടു ദ അപ്പർ ഹാഫ് ഓഫ് ദ ടിംബാനിക് മെംബ്രെയിൻ. രണ്ടാമത്തെ ബോണാണ് ഇംഗസ് അഥവാ ആൻവിലിൻ്റെ ഷേപ്പുള്ളത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ബോൺ located in between the malleus and the stapes. The ingus transmit vibration from the malleus to the stapes. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മോളാർ ടൂത്തിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഇതിന് ഈ പേര് വന്നതെന്ന് പറഞ്ഞാൽ ഈ കൊല്ലപ്പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആൻവിലിൻ്റെ ഷേപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇതിന് ഇംഗസ് എന്നുള്ള പേര് വന്നത്. ഇതിനെത്ര പാർട്സ് ഉണ്ട്? ഒന്ന് ബോഡി, രണ്ടാമത്തത് ലോങ് പ്രോസസ്സ്. ഈ ബോഡി എന്ന് പറയുന്നത് ലാർജാണ് ആൻഡ് ബിയേഴ്സ് ആൻ ആർട്ടിക്കുലാർ സർഫസ് ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ഫോർവേഡ്സ്. ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഹെഡ് ഓഫ് മാലിയസ്. ഇവിടെ കണ്ടില്ലേ ആർട്ടിക്കുലാർ സർഫസ് ഫോർ ഹെഡ് ഓഫ് മാലിയസ്. ഇവിടെയാണ് ഈ മാലിയസിൻ്റെ ഹെഡ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നുള്ളത് ഈ തൂങ്ങി കിടക്കുന്ന ലോങ് പ്രോസസ്സാണ്. അത് പ്രൊജക്ട് ഡൗൺവേർഡ്സ് ജസ്റ്റ് ബിഹൈൻഡ് ആൻഡ് പാരലൽ വിത്ത് ദ ഹാൻഡിൽ ഓഫ് മാലിയസ്. ഹാൻഡിൽ ഓഫ് മാലിയസുമായിട്ട് പാരലലായിട്ടാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ അറ്റത്ത് ടിപ്പിലൊരു നൊഡ്യൂൾ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ലെൻഡിഫോം നൊഡ്യൂൾ. അത് ഡയറക്റ്റഡ് മീഡിയലി ആൻഡ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ഹെഡ് ഓഫ് സ്റ്റേപ്പീസ്. മൂന്നാമത്തെ ബോണില്ലേ സ്റ്റേപ്പീസ്, അതിൻ്റെ ഹെഡുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഭാഗമാണ്. ഈ തൂങ്ങിക്കിടക്കുന്ന ഇതിൻ്റെ ടിപ്പിലുള്ള ലെൻഡിഫോം നോഡ്യൂൾ. അടുത്ത സ്റ്റേപ്പീസ് അല്ലെങ്കിൽ ഷേപ്പിലേക്ക് സ്റ്റിറം. Stapes is the third and final bone of the middle ear. It is the smallest and lightest bone of the human body. Human body ile ഏറ്റവും smallest ആയിട്ട് lightest ആയിട്ടുള്ള bone ആണ് stapes. The stapes connect to the ingus on the outward side and to the oval window. ഈ സ്റ്റേപ്പീസ് എന്ന് പറയുന്നത് ഓവൽ വിൻഡോയിനെ കണക്ട് ചെയ്യുന്നതാണ്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് സ്റ്റേപ്പീസ് ഈസ് ട്രാൻസ്മിറ്റിംഗ് സൗണ്ട് വേവ്സ് ഫ്രം ദ ഇംഗസ് ടു ദ മെംബ്രെയിൻ ഓഫ് ദ ഇന്നർ ഇയർ. ഇന്നർ ഇയറിലേക്ക് സൗണ്ട് വേവ്സിനെ കടത്തി വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ദ ബേസ് ഓഫ് ഫുഡ് പ്ലേറ്റ് ഓഫ് സ്റ്റേപ്പീസ് ഈസ് ഫിറ്റ്സ് ഇൻ ടു ദ ഓവൽ വിൻഡോ. അതിൻ്റെ ബേസിലുള്ളൊരു ഫുഡ് പ്ലേറ്റ് ഓവൽ വിൻഡോ ആയിട്ട് കണക്ട് ചെയ്യും. സ്റ്റേപ്പീസിന് എത്ര ഭാഗമുണ്ട്? 4 ഭാഗമുണ്ട്. ഒരു സ്മോൾ ഹെഡ് ഉണ്ട്, നാരോ നെക്ക്, പിന്നെ 2 ലിംസ് അല്ലെങ്കിൽ ക്രൂറ, ആൻറ്റീരിയർ ക്രസ്റ്റും പോസ്റ്റീരിയർ ക്രസ്റ്റും, പിന്നെ ബേസ് ഉണ്ട് അഥവാ ഫുഡ് പ്ലേറ്റ്. ഈ ഹെഡിന് ഒരു കോൺകേവ് ഫേസറ്റ് ഉണ്ട്. അതാണ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ലെൻഡിഫോം നോഡ്യൂൾ ഓഫ് ദ ഇംഗസ്. ലെൻഡിഫോം നോഡ്യൂൾ ഓഫ് ദ ഇംഗസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഈ കോൺകേവ് ഫേസറ്റാണ്. അടുത്തത് നാരോ നെക്ക്. അത് പ്രൊവൈഡ്സ് ഇൻസേർഷൻ പോസ്റ്റീരിയർലി ടു ദ തിൻ ടെൻഡൻ ഓഫ് ദ സ്റ്റെപ്പീഡിയസ്. സ്റ്റെപ്പീഡിയസ് മസിലിൻ്റെ ഇൻസേർഷൻ എന്ന് പറയുന്നത് സ്റ്റേപ്പീസിൻ്റെ ഈ നാരോ നെക്കിലാണ്.
പിന്നെ ഉള്ളത് 2 ലിംസ് അല്ലെങ്കിൽ ക്രൂറ. ആൻറ്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. ആൻറ്റീരിയർ എന്ന് പറയുന്നതാണ് ഷോർട്ടർ ആൻഡ് ലെസ് കർവ്ഡ്. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ലോങ്ങർ ആണ്. പിന്നുള്ളതാണ് ഫുഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഫുഡ് പീസ് അല്ലെങ്കിൽ ബേസ് എന്നൊക്കെ പറയും. ഇതൊരു ഓവൽ ഇൻ ഷേപ്പാണ്. അത് കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഓവൽ വിൻഡോ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് 3 ഓസിക്കിൾസ്. ഈ മാലിയസിൻ്റെ ഹെഡ് കണ്ടില്ലേ? ഇംഗസിൻ്റെ പോസ്റ്റീരിയർ ഭാഗത്താണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇംഗസിൻ്റെ മാനുബ്രിയം പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് സ്റ്റേപ്പീസിൻ്റെ ഹെഡ്. ഇത്രയേ ഉള്ളൂ ഇയർ ഓസിക്കിൾസിനെ കുറിച്ച്. ഇനിയുള്ള ഇയറിൻ്റെ 3ാമത്തെ പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.